നമ്മുടെ ജീവിതത്തിലേക്ക് ചില വ്യക്തികൾ കടന്നു വരും. അവരുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുമെന്ന് നാം കരുതും. അവർ പറയുന്ന ഓരോ വാക്കും സത്യമായി വിശ്വസിക്കും. നമ്മുടെ സന്തോഷവും സങ്കടവും സ്വപ്നങ്ങളും രഹസ്യങ്ങളും എല്ലാം അവരുമായി പങ്കുവയ്ക്കും. പക്ഷെ ജീവിതം എല്ലായ്പ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന വഴിയിലൂടെയല്ല സഞ്ചരിക്കുന്നത്. ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് കൂടെ ഉണ്ടാകാനല്ല, നമ്മുടെ ദൗർബല്യങ്ങളെ ചൂഷണം ചെയ്യാനും മുതലെടുക്കാനുമാണ്. ചിലർ സ്നേഹം അഭിനയിച്ച് ചതിക്കും. അവർ മാറിപ്പോകുമ്പോൾ നമുക്കൊരു പക്ഷേ വേദന തോന്നും, വിശ്വാസം തകർന്നു പോയെന്ന് തോന്നും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന ചോദ്യം മനസ്സിൽ വരും. എന്നാൽ ഓർക്കുക, ഒരു വ്യക്തിയുടെ പെരുമാറ്റം നിന്റെ മൂല്യം തീരുമാനിക്കുന്നില്ല. അവർ നിന്നെ വിട്ടുപോയത് കൊണ്ട് നീ വിലയില്ലാത്തവനോ വിലയില്ലാത്തവളോ ആകുന്നില്ല. നിന്റെ ജീവിതത്തിന്റെ മൂല്യം മറ്റൊരാളുടെ അംഗീകാരത്തിലല്ല, നിന്റെ സ്വഭാവത്തിലും നിന്റെ ലക്ഷ്യങ്ങളിലുമാണ്. ജീവിതത്തിൽ എല്ലാവരെയും വിശ്വസിക്കാം, പക്ഷേ സ്വന്തം വ്യക്തിത്വവും ആത്മാഭിമാനവും പണയപ്പെടുത്തുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ആരെയും ആശ്രയിക്കരുത്. സ്നേഹിക്കണം, കരുതണം, സഹായിക്കണം. എന്നാൽ നിന്റെ മനസമാധാനവും ആത്മവിശ്വാസവും സംരക്ഷിക്കാൻ ശ്രദ്ധിക്കണം. നിന്നെ വേദനിപ്പിച്ച അനുഭവങ്ങൾ നിന്നെ തകർക്കാനല്ല, കൂടുതൽ വിവേകത്തോടെ ജീവിക്കാൻ പഠിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഓരോ അനുഭവവും നിന്നെ ശക്തനാകട്ടെ, എന്നാൽ കഠിന ഹൃദയനാകരുത്. ഓർക്കുക, നിന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവർ നിന്റെ വിജയത്തിൽ സന്തോഷിക്കും. നിന്റെ പരാജയത്തിൽ നിന്നെ കൈവിടുകയില്ല. അത്തരക്കാരെ വിലമതിക്കുക. ബാക്കിയുള്ളവരെ അനുഭവങ്ങളായി സ്വീകരിച്ച് മുന്നോട്ട് നടക്കുക. കാരണം ജീവിതം അവസാനിക്കുന്നത് ഒരാൾ വിട്ടുപോകുമ്പോഴല്ല, നീ പ്രതീക്ഷ കൈവിടുമ്പോഴാണ്. അതുകൊണ്ട് തലയുയർത്തി നടക്കുക, വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല അധ്യായങ്ങൾ ഇനിയും എഴുതപ്പെടാനുണ്ട്.